ഇപ്പം സമയം 4:40. ഞാൻ പകൽ വെളിച്ചൊന്ന് കാണാമെന്ന് വിചാരിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങിയതാണ്. അപ്പോൾ അത്യാവശ്യം നല്ല കാറ്റൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഈ ആര്യവേപ്പ് കണ്ടോ? സൗദി അറേബ്യയിലും ആര്യവേപ്പൊക്കെ ഉണ്ടാവുന്നുള്ളൂ. അങ്ങനെ പുറത്തെ കാഴ്ചകളൊക്കെ വീക്ഷിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ അകത്തേക്ക് വന്ന് ഒരു ചായയൊക്കെ ഉണ്ടാക്കി. കാരണം 5:30 എനിക്ക് കഥക് ക്ലാസ് ഉണ്ട്. അതിന് മുന്നേ ഒരു ചായയൊക്കെ കുടിച്ചില്ലെങ്കിൽ എനിക്കൊരു ഉഷാറും ഉണ്ടാവില്ല. ഇത് കാർഡമം ടീ ആണ്. ചായ എന്ന് പറയുന്നത് ഇപ്പോൾ ദിവസത്തിൽ എനിക്ക് ഒരു നേരെങ്കിലും കഴിച്ചില്ലെങ്കിൽ ഒരു ഉഷാറും ഉണ്ടാവില്ല. പണ്ട് ഞാനൊരു കോഫി ഫാനായിരുന്നു. അപ്പോൾ ചായ അഡിക്റ്റഡ് ആണ്. അതിനുള്ള കാരണം എന്ന് പറയുന്നത് എൻ്റെ ഹൈദരാബാദി ഫ്രണ്ടാണ്. ആളുണ്ടാക്കുന്ന ഒരു കാർഡമം ടീ ഉണ്ട്. അതിൽ നിന്നാണ് എനിക്ക് ഇതിനോടൊരു ഇഷ്ടം തോന്നിയത്. അങ്ങനെ ഒരുപാട് പരീക്ഷണങ്ങൾക്ക് ശേഷമാണ് ഞാൻ നല്ലൊരു കാർഡമം ടീ ഉണ്ടാക്കാൻ പഠിച്ചത്. ഈ ഗ്ലാസ് നിങ്ങൾ ശ്രദ്ധിച്ചോ? ഇതൊരു ടെമ്പറേച്ചർ സെൻസിറ്റീവ് ഗ്ലാസ് ആണ്. ആക്ച്വലി PGക്ക് പഠിക്കുമ്പോൾ സ്മാർട്ട് മെറ്റീരിയൽസ് എന്നുള്ള ചാപ്റ്ററിൽ ഇതിനെക്കുറിച്ച് ഞാൻ പഠിച്ചിട്ടുണ്ട്. ഈ കപ്പ് കല്യാണത്തിന് ഞങ്ങൾക്കൊരു അച്ഛൻ ഗിഫ്റ്റ് തന്നതാണ്. അപ്പോഴാണ് ഇതിനെ നേരിട്ട് കാണുന്നത്. അങ്ങനെ ചായയൊക്കെ കുടിച്ച് ഉഷാറായിട്ട് ഞാൻ എൻ്റെ ക്ലാസ്സിലേക്ക് കയറി. ഇത് ഓൺലൈൻ ക്ലാസ് ആട്ടോ. ഇതിൽ തിയറി ഉണ്ട്, പ്രാക്ടിക്കലും ഉണ്ട്. ഡാൻസിൽ എന്ത് തിയറിയും പ്രാക്ടിക്കലും എന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നത്? അതായത് ഒരു ഡാൻസർ ഡാൻസ് കളിക്കുമ്പോൾ കൊട്ടുന്ന താളത്തിനനുസരിച്ചാണ് അവർ കളിക്കുന്നത്. അപ്പോൾ ആ താളം എന്താണെന്ന് അറിഞ്ഞില്ലെങ്കിൽ പിന്നെ നമ്മളെങ്ങനെ ഡാൻസ് കളിക്കുക? അപ്പോൾ അതിനെക്കുറിച്ചാണ് ഈ തിയറി ക്ലാസ്സിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നെങ്കിലും ഒരു ദിവസം ആ മേക്കപ്പും ഡ്രസ്സൊക്കെ ഇട്ട് കുങ്കുരു കാലിൽ അണിഞ്ഞ് ഒരു വലിയ ഓഡിയൻസിൻ്റെ മുന്നിൽ കഥക്ക് കളിക്കണം എന്നാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. പക്ഷേ അതിന് ഇനിയും വർഷങ്ങളെടുക്കും. ഇപ്പം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവുക, ഒരു മലയാളിയായ എനിക്ക് എങ്ങനെയാണ് ഇങ്ങനൊരു നോർത്ത് ഇന്ത്യൻ ഡാൻസ് ഫോമിനോട് ഇത്ര ഇഷ്ടം തോന്നിയത് എന്നാവും. ആക്ച്വലി ഞാൻ ഹിന്ദി പഠിച്ചു തുടങ്ങിയത് 5ൽ പഠിക്കുമ്പോഴാണ്. അന്ന് അതിലെ വാക്കുകളും ഗ്രാമറും ഒന്നും അറിയാതെ ഞാൻ കുറച്ചധികം കഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചത് ഹിന്ദിയിൽ എനിക്ക് യാതൊരു ഭാവിയില്ലെന്നാണ്. പിന്നീട് എപ്പോഴോ എനിക്ക് ഹിന്ദി സിനിമകളും പാട്ടുകളും സീരിയലുകളും ഒക്കെ കാണുന്നത് ഇഷ്ടമായി. അങ്ങനെ അതൊക്കെ കണ്ട് അവരുടെ കൾച്ചറിനോടും ട്രഡീഷനോടൊക്കെ എന്തെന്നില്ലാത്തൊരു ഇഷ്ടം തോന്നി. ഞാൻ കർണാട്ടിക് മ്യൂസിക് 7 വർഷമൊക്കെ പഠിച്ചിട്ടുണ്ട്. അതങ്ങനെ പഠിച്ച് ഒരു ലെവലായപ്പോൾ ഒരിടയ്ക്ക് ഹിന്ദുസ്ഥാനി പഠിക്കണം എന്നൊക്കെ ഒരു ആഗ്രഹം ഉണ്ടായി. പക്ഷേ അന്നത് നടന്നില്ല. ഒരുപക്ഷെ അതായിരിക്കാം ഇപ്പോൾ ഈ കഥക്കിൻ്റെ രൂപത്തിൽ ഒരിഷ്ടമായിട്ട് വന്നത്. കാരണം ഹിന്ദുസ്ഥാനിയാണ് ബാക്ക്ഗ്രൗണ്ട് കഥക്കിൻ്റെ. അങ്ങനെ ഡാൻസ് ക്ലാസ്സൊക്കെ കഴിഞ്ഞപ്പോൾ ഞാനും നിതിൻ ചേട്ടനും കുറച്ച് നേരം സിനിമയൊക്കെ കണ്ടിരുന്നു. ആക്ച്വലി നിതിൻ ചേട്ടനൊരു മൂവി മാനിയാക്കാണ്. നിതിൻ ചേട്ടൻ കാണാത്ത സിനിമകളൊക്കെ വളരെ കുറവാണ്. ഒരിടയ്ക്ക് പഠിത്തത്തിനോടുള്ള കമ്പം ഭയങ്കരമായിട്ട് കൂടിയിട്ട് ഞാൻ ഈ TV കാണലും സിനിമ കാണലും സീരിയൽ കാണലും ഒക്കെ പാടെ നിർത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ നിതിൻ ചേട്ടൻ്റെ കൂടെ കൂടിയിട്ടാണ് സിനിമകളൊക്കെ കണ്ടു തുടങ്ങിയത്. ഇപ്പം ഞാൻ ഈ ചെയ്യുന്നത് ഒരു ഹെഡ് മസാജാണ്. ഈ വീക്കെൻഡൊക്കെ ആകുമ്പോഴാണ് എനിക്ക് നിതിൻ ചേട്ടൻ്റെ കാര്യത്തിൽ കുറച്ച് ശ്രദ്ധിക്കാനൊക്കെ സമയം കിട്ടുക. നിതിൻ ചേട്ടനും അന്നാണ് കുറച്ച് റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കുക. ഈ മസാജ് ഞാൻ എവിടെ നിന്നാണ് പഠിച്ചതെന്നറിയോ? ഈ ബ്യൂട്ടി പാർലറിലൊക്കെ പോകുമ്പോൾ ഹെഡ് സ്പായൊക്കെ ചെയ്യുമ്പോൾ അവർ ചെയ്യുന്ന മൂവ്മെൻറ്റ്സൊക്കെ ഞാൻ ഇങ്ങനെ ശ്രദ്ധിച്ചിരിക്കാറുണ്ട്. പിന്നെ കുറച്ച് യൂട്യൂബ് ട്യൂട്ടോറിയൽസൊക്കെ കണ്ട് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽഡായിട്ട് പഠിച്ചു. അങ്ങനെ എൻ്റേതായിട്ടുള്ളൊരു രീതി ഞാൻ ഉണ്ടാക്കി. ഇതൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ വീക്കെൻഡ് ഔട്ടിങ്ങിനായിട്ട് പുറത്തേക്ക് ഇറങ്ങി. ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഫനാത്തീറിലുള്ള ഗലേറിയ മാളിലേക്കാണ്. ഇവിടെ ഏറ്റവും പോഷായിട്ടുള്ളൊരു ഏരിയ ആണത്. അതുകൊണ്ട് തന്നെ അത് കാണാനും നല്ല ഭംഗിയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു ഏരിയയിൽ പൊതുവേ അപ്പാർട്ട്മെൻറ്റ്സിനൊക്കെ റേറ്റ് കൂടുതലാണ്. അതുപോലെ തന്നെ മാളിൻ്റെ ഉള്ളിൽ ലുലുവിൻ്റെ ഒരു ഔട്ട്ലെറ്റ് ഉണ്ട്. അവിടുത്തെ പ്രോഡക്ട്സിനൊക്കെ മറ്റ് ലുലുകളേക്കാളും റേറ്റ് ഇച്ചിരി കൂടുതലായിട്ടാണ് ഞാൻ കണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യമാണ്, അവിടെ കൂടുതലും ഫോറിനേഴ്സ് ഒക്കെ കൂടുതലായിട്ട് വരുന്നൊരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ അവിടുത്തെ കേക്ക്സൊക്കെ കുറച്ച് വെറൈറ്റി ആയിട്ട് അവരുടെ ടേസ്റ്റിന് പറ്റുന്ന രീതിയിൽ കുറച്ച് അട്രാക്റ്റീവായിട്ടാണ് അവരുണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഞങ്ങളിവിടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങളുടെ ഒരു രീതി എന്ന് പറയുന്നത് കുറച്ച് നേരം കോർണിഷിൽ
കാറ്റൊക്കെ കൊണ്ട് കടലൊക്കെ ആസ്വദിച്ച് അങ്ങനെ നിൽക്കും. എന്നിട്ട് മാളിൻ്റെ ഉള്ളിൽ കയറിയിട്ട് എന്തെങ്കിലും ഷോപ്പിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ അവിടെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഫുഡ് കോർട്ടിൽ പോയിട്ട് ഫുഡൊക്കെ കഴിച്ച് അതൊക്കെ ഒരു മൂവിക്കൊക്കെ കയറിയിട്ട് തിരിച്ചു പോയി. അങ്ങനെ ഞങ്ങൾ മോളിലേക്ക് എത്തി. സിനിമ 11:30 ഞങ്ങൾ 2 മണിക്കൂർ നേരത്തെ എത്തിയതുകൊണ്ട് ആവശ്യത്തിലധികം സമയമുണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ കോർണിഷിലൂടെ കുറച്ച് നേരം നടന്നു. ഇത് കുറച്ച് പ്രൈവറ്റ് ബോട്ട്സാണ്, കുറച്ചധികം ഉണ്ട്. ഇത് ലൈസൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ഓടിക്കാം. പക്ഷേ ഫിഷിംഗ് ഒന്നും ഇതിൽ ചെയ്തുകൂടാന്നുള്ളത് അവർ പ്രത്യേകം ഇൻസ്ട്രക്ഷൻസിൽ എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ പതുക്കെ മാളിൻ്റെ ഉള്ളിലേക്ക് കയറി. സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അവിടെ കുറച്ച് പെയിൻറ്റിങ്സൊക്കെ ഞാൻ കണ്ടു. സാധാരണ ഓരോ യൂണിവേഴ്സിറ്റീസ് വന്ന് അവരുടെ അവയർനെസ് പ്രോഗ്രാംസൊക്കെ നടത്താറുണ്ട്. പക്ഷേ ഇത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇത് കുറച്ച് ആർട്ടിസ്റ്റ് അവരുടെ പെയിൻറ്റിങ്സൊക്കെ എക്സിബിറ്റ് ചെയ്തിരിക്കുന്നതാണ്. ഇത് ഈ ഒരു ആർട്ട് ഫോം ഫെമിലിയർ ആക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ചെയ്യുന്നത്. കുറച്ച് കുട്ടികളൊക്കെ അവിടെ വന്ന് വരയ്ക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നല്ലതാണെങ്കിൽ അവർ എക്സിബിറ്റ് ചെയ്യും, ചിലതൊക്കെ അവർ സെയിലിനും വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇവിടുത്തെ പെയിൻറ്റിംഗ് ഒക്കെ ആസ്വദിച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വീണ്ടും നടത്താൻ തുടങ്ങി. ഇവിടുത്തെ ഉള്ളിൽ നിങ്ങൾ ശ്രദ്ധിച്ചോ, ഇവിടെ ഇവർ കുറേ പനകളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇവിടുത്തെ ഒട്ടുമിക്ക മാളുകളിലും ഇവരിങ്ങനത്തെ പച്ചപ്പൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അത് കാണാനും നല്ല രസമാണ്. ഇപ്പോൾ തണുപ്പ് കാലം ആയതുകൊണ്ട് ഇവർ പുറത്തും ചെടികളൊക്കെ വെച്ച് പിടിപ്പിക്കും. ഇവർ എന്നിട്ട് അത് സമ്മർ ആകുമ്പോൾ വെട്ടിക്കളയും. കാരണം ഈ സമയത്താണ് ഇവർക്കിത് എക്കണോമിക്കലായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. ഇത് കഴിഞ്ഞ് ഞങ്ങൾ മുകളിൽ നിലയിലേക്ക് കയറി. അവിടെ ഒരു പർദ ഷോപ്പ് കണ്ടു. പർദയ്ക്കും ഫാഷൻ ഉണ്ടെന്നേ. ഇത് ഒരു പ്ലേ സ്റ്റേഷനാണ് കുട്ടികൾക്ക് കളിക്കാൻ. ഇതിനോട് ചേർന്ന് അവർക്കായിട്ടൊരു സലൂണും ഉണ്ട്. പിന്നെ ഒരു ഫുഡ് കോർട്ടാണ്. ഞങ്ങൾ സാധാരണ ഇവിടെ നിന്നാണ് ഭക്ഷണം കഴിക്കാറ്. പക്ഷേ ഇന്ന് ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച ഓപ്പണിംഗ് ചെയ്ത സ്വാദിൻ്റെ റെസ്റ്റോറൻറ്റിലാണ് കയറിയത്. കഴിഞ്ഞ ആഴ്ച ഇനോഗ്രേഷൻ്റെ ഭാഗമായിട്ട് ഒരു നോർത്ത് ഇന്ത്യൻ സിംഗറിൻ്റെ പ്രോഗ്രാമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അന്ന് ഞാൻ ജസ്റ്റ് ആ പാട്ട് ഒക്കെ കേട്ടിട്ട് പെട്ടെന്ന് ഇറങ്ങി. കാരണം അന്ന് ഡിന്നറൊന്നും കഴിക്കാൻ നേരമുണ്ടായിരുന്നില്ല. പിന്നെ ഈ കയറുമ്പോൾ തന്നെ 2 കുട്ടി റോബോട്ട് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളന്ന് സ്റ്റാർട്ടറായിട്ട് ഓർഡർ ചെയ്തത് ഡൈനാമൈറ്റ് ഷ്രിമ്പാണ്. അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ മെയിൻ കോഴ്സായിട്ട് ചിക്കൻ ഫ്രൈഡ് റൈസും നാനും സൈഡായിട്ട് ഒരു ചില്ലി ചിക്കനും പറഞ്ഞു. ഇവിടുത്തെ എല്ലാ ഫുഡും അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. സ്വാദിൻ്റെ വേറൊരു റെസ്റ്റോറൻറ്റ് ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്തുണ്ട്. അപ്പോൾ അവിടെ ഞാൻ മുന്നേ കയറിയിട്ടുണ്ട്. ഇവിടെ ഇൻറ്റീരിയേഴ്സൊക്കെ ഇവർ അത്യാവശ്യം നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോഴത്തേക്കും ഞങ്ങളുടെ മൂവിക്കുള്ള ടൈമായി. കഴിഞ്ഞ കൊല്ലം ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് ഞാൻ കണ്ടിരുന്നു. ആക്ച്വലി ഞാൻ ഈയിടെയായിട്ട് കാണുന്ന ചില സിനിമകളൊന്നും എൻ്റെ ടേസ്റ്റിൽ വരുന്നതല്ല. കാരണം ഇത്തരം കടുകട്ടി സിനിമകൾ എനിക്ക് ഡൈജസ്റ്റ് ആവാൻ കുറച്ച് പാടാണ്. അതുകൊണ്ട് തന്നെ നിതിൻ ചേട്ടനോട് ഒരു 100 ചോദ്യം ഞാൻ ചോദിച്ചിട്ടുണ്ടാവും. അത് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴേക്കും മാള് കാലിയായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെ നല്ല തണുപ്പായിരുന്നു. പിന്നെ കുറച്ച് നേരം ഫനാത്തിൻ്റെ നൈറ്റ് വൈബൊക്കെ ആസ്വദിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പുറത്തിങ്ങനെ നിന്നു. അപ്പോഴാണ് ഒരു വെറൈറ്റി വണ്ടി കണ്ടത്. ഇതിനോടടുത്ത് തന്നെയാണ് ഇവിടുത്തെ 4th ലാർജസ്റ്റ് കമ്പനി ആയിട്ടുള്ള സാബിക്കും. ഇതാണ് ഞാൻ പറഞ്ഞ അപ്പാർട്ട്മെൻറ്റ്സ്. അങ്ങനെ ഞങ്ങൾ ഇൻഡസ്ട്രിയൽ ഏരിയയിലേക്ക് എത്തി. ഇവിടം 24/7 അവേഴ്സും വർക്കിംഗ് ആണ്. ഇത് ഇത്രയും ലൈറ്റ്സോടെ നൈറ്റ് കാണാനാണ് ഏറ്റവും ഭംഗി. സോ ഇന്നത്തെ എൻ്റെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. ഇറ്റ്സ് മീ അമൃത സൈനിങ് ഓഫ്. Thanks for watching. See you next video. Bye bye.